ഹായ് ഓൾ, എല്ലാവർക്കും മാസ്റ്റർ കി അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്ലാസിക്കൽ മെക്കാനിക്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ നമ്മളവിടെ കുറേ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. എന്താണ് ക്ലാസിക്കൽ മെക്കാനിക്സിൻ്റെ ഒരു ബേസ്, അവിടുത്തെ വളരെ ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള കുറച്ച് ടേമുകൾ, കൺസ്ട്രെയിൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കൺസ്ട്രെയിൻറ്റുകൾ എന്തൊക്കെയാണ്, അതിന് എക്സാമ്പിൾസ്, കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഞാനൊരു ടേം പറഞ്ഞിട്ടുണ്ടായിരുന്നു, വിർച്വൽ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞ ഒരു ടേം പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അതിൻ്റെ നൊട്ടേഷനിൽ ചെറിയൊരു എറർ ഉണ്ട്, ടൈപ്പിങ്ങിൽ വന്ന മിസ്റ്റേക്കാണ്. പിന്നീട് ഞാൻ അതിൻ്റെ നോട്ട് എടുത്തപ്പോഴാണ് ഞാനത് കണ്ടത്. സോ ആ ഒരു ടോപ്പിക് മുതലാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ വിർച്വൽ ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. സോ വിർച്വൽ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതൊരു ആക്ച്വൽ കേസ് അല്ല. മീൻസ് അങ്ങനെ ഒരു സംഭവം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല, പക്ഷെ വളരെ ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ ഇൻഫൈനൈറ്റിസിമൽ ആയിട്ടുള്ള ഒരു ടൈമിൽ നടക്കുന്ന ഒരു പ്രോസസ്സാണ് എന്നുള്ളതാണ് നമ്മൾ ഡിസ്പ്ലേസ്മെന്റ്, വിർച്വൽ ഡിസ്പ്ലേസ്മെന്റ് കൊണ്ട് നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ അവിടെ ജനറലൈസ്ഡ് കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നേ. സോ അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ജനറലൈസ്ഡ് കോർഡിനേറ്റ്, ഒരു സിസ്റ്റത്തിന്റെ ജനറലൈസ്ഡ് കോർഡിനേറ്റിനെ നമ്മൾ സാധാരണ റെപ്രസെന്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? RI വെച്ചിട്ടാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് അല്ലെ. RI വെച്ചിട്ടാണ്. എങ്ങനെയാണ് അതിനെ എക്സ്പാൻഡ് ചെയ്യുന്നത്? RI ഓഫ് Q1 Q2 Q3 എക്സെട്ര QF ദെൻ T അല്ലെ. F എന്ന് പറയുന്നത് അത്രയും ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ടായിരിക്കണം. അതാണ് QF കൊണ്ട് നമ്മൾ മെയിൻ ചെയ്യുന്നത്. ഓർ ഇപ്പോൾ കൺസ്ട്രെയിൻഡ് മോഷൻ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം, 3n-k ആണ് അവിടുത്തെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും അല്ലേ. അപ്പോൾ ഈ എഫിന്റെ വാല്യൂ 3n-k എന്നുള്ള രീതിയിലേക്ക് മാറും. സോ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം ജനറലൈസ്ഡ് കോർഡിനേറ്റിനെ? ഒരു സിസ്റ്റത്തിന്റെ RI ഓഫ് Q1 Q2 Q3 എക്സെട്ര QF ഇൻറ്റു T എന്ന് നമുക്ക് അതിനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ഇനി ഞാൻ എന്ത് ചെയ്യാണ്, അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാണ്, അല്ലെങ്കിൽ അതിന്റെ ഡെറിവേറ്റീവ് എടുക്കുകയാണ്. സോ ഡെൽറ്റ RI എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഡോ RI ബൈ ഡോ Q1 ഇൻറ്റു ഡെൽറ്റ Q1, ഓക്കെ, plus dou RI by dou Q2 into delta Q2 plus etc. dou RI by dou dou QF into delta QF plus dou RI by dou T into delta T എന്ന് എനിക്ക് എഴുതാൻ പറ്റും അല്ലേ. ഞാൻ ഇതിനെ വിത്ത് റെസ്പെക്ട് ടു ഡോ Q എന്നുള്ള ടേമിൽ ഞാൻ എന്ത് ചെയ്തു, അതിനെ പിന്നെ ഡിഫറൻഷിയേറ്റ് ചെയ്യാണ്. അപ്പോൾ ഡെൽറ്റ RI ഈക്വൽ ടു ഡോ RI by dou Q1 into delta Q1 plus dou RI by dou Q2 into delta Q2 plus etc. dou RI by dou QF delta QF plus dou RI by dou T into delta T എന്ന് എഴുതാൻ പറ്റും. ഓക്കെ ആണല്ലോ. ദെൻ വിർച്വൽ ഡിസ്പ്ലേസ്മെന്റിന്റെ കേസിൽ ഞാൻ പറഞ്ഞു എന്താണ്, ഇൻഫൈനൈറ്റേസിമൽ ടൈം ആണ്. ടൈം എന്ന് പറയുന്ന വളരെ ചെറിയ വാല്യൂ ആണ്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഡെൽറ്റ T ടെൻസ് ടു 0 എന്ന് പറയാൻ പറ്റും. ഡെൽറ്റ T ടെൻസ് ടു 0 എന്ന് നമുക്ക് പറയാൻ പറ്റും. വളരെ ചെറിയ വാല്യൂ ആണ്. സോ അങ്ങനെയാണെങ്കിൽ ഡെൽറ്റ T ടെൻസ് ടു 0 ആണെങ്കിൽ നോക്കി, ഈ ടേം എന്തായി പോകും? ഇയാള് 0 ആണ്. അപ്പൊ ഈ ടേം മൊത്തത്തിൽ എന്തായി പോകും? 0 ആയി പോകും. എലിമിനേറ്റ് ചെയ്ത് കളയാലോ. ബാക്കി എന്താ ഉള്ളത് നോക്കിയേ. ബാക്കി എന്താ ഉള്ളത്? ഡോ RI ബൈ ഡോ Q1 into delta Q1 plus dou RI by dou Q2 into delta Q2 plus dou RI by dou QF into delta QF എന്നായിരിക്കും ബാക്കി ഉണ്ടാവുന്നത്. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ എഴുതാം? നമ്മളുടെ വിർച്വൽ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ എങ്ങനെ എഴുതാൻ പറ്റും? ഡെൽറ്റ RI ഈക്വൽ ടു സമ്മേഷൻ J ഈക്വൽ ടു 1 to 3n-k. അതായത് ഇവിടെ F എന്ന് പറയുന്ന ആൾ എന്താണ്? F എന്ന് പറയുന്ന ആൾ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണ്. അത് എത്ര കാരണം? 3n-k ആണ് അല്ലേ, നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഡോ RI is equal to summation J equal to 1 to 3n-k ഡോ RI by ഡോ QJ into delta QJ. എനിക്ക് തോന്നുന്നു നമ്മൾ എഴുതിയപ്പോൾ മുന്നേ പറഞ്ഞപ്പോൾ ടൈപ്പിങ്ങിൽ വന്നൊരു എറർ ആയിരുന്നു അത്. ഡോ QJ ഇൻറ്റു ഡോ QJ എന്ന് തന്നെയാണ് നമ്മൾ പറഞ്ഞതാണ് എൻ്റെ ഒരു ഓർമ്മ. സോ അതൊന്ന് നിങ്ങൾ എന്ത് ചെയ്യണം, കറക്റ്റ് ചെയ്യണം കേട്ടോ. സോ ഡോ RI നമ്മളുടെ വിർച്വൽ ഡിസ്പ്ലേസ്മെന്റിനെ എങ്ങനെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും? ഡോ RI ഈക്വൽ ടു സമ്മേഷൻ J ഈക്വൽ ടു 1 to 3n-k ഡോ RI ബൈ ഡോ QJ ഇൻറ്റു ഡെൽറ്റ QJ എന്ന് പറയാൻ പറ്റും. ഓക്കെ അല്ലേ? ഓക്കെ, സോ ഇതാണ് നമ്മളുടെ വിർച്വൽ ഡിസ്പ്ലേസ്മെന്റിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് കേട്ടോ. ഡോ RI is equal to summation J equal to 1 to 3n-k ഡോ RI by ഡോ QJ into ഡെൽറ്റ QJ എന്നുള്ളതാണ് വിർച്വൽ ഡിസ്പ്ലേസ്മെന്റിന്റെ വിർച്വൽ ഡിസ്പ്ലേസ്മെന്റിന്റെ റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത്. വിർച്വൽ ഡിസ്പ്ലേസ്മെന്റ് ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നത്. ഒന്ന് കറക്റ്റ് ചെയ്യണം. സോ ഇനി അടുത്ത ഇതേപോലെ 2-3 ടേമുകൾ നമുക്കിവിടെ പറയാനുണ്ട്. ഇപ്പോൾ ജനറലൈസ്ഡ് വെലോസിറ്റി പറയാനുണ്ട്, ജനറലൈസ്ഡ് ഫോഴ്സ് പറയാനുണ്ട്,
കൈനറ്റിക് എനർജി പറയാം, അങ്ങനെ കുറച്ച് ടേമുകൾ നമുക്ക് ഇവിടെ ഡിഫൈൻ ചെയ്തിട്ട് ശേഷം നമുക്ക് ബാക്കി കൺസെപ്റ്റിലേക്ക് നമുക്ക് പോവാം. സോ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് ജനറലൈസ്ഡ് വെലോസിറ്റി ആണ്. ജനറലൈസ്ഡ് വെലോസിറ്റി, നോർമലി വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണ്, അല്ലെങ്കിൽ നമ്മൾ എന്താ പറയാ, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് നമ്മൾ സാധാരണ പറയാറില്ല അല്ലെ. അപ്പൊ അതേപോലെ ഇവിടെയാണെങ്കിൽ ജനറലൈസ്ഡ് വെലോസിറ്റി ആണ്. അപ്പൊ എന്തായിരിക്കും? ജനറലൈസ്ഡ് ഡിസ്പ്ലേസ്മെന്റ്, അല്ലെങ്കിൽ നമ്മളിപ്പോ പറഞ്ഞിട്ടുണ്ടായിരുന്ന വിർച്വൽ ഡിസ്പ്ലേസ്മെന്റിന്റെയോ അല്ലെങ്കിൽ നമ്മളുടെ ജനറലൈസ്ഡ് കോർഡിനേറ്റിന്റെയോ അല്ലെ, നമ്മളിവിടെ ജനറലൈസ്ഡ് വെലോസിറ്റി ആണ് പറയുന്നത്. സോ ജനറലൈസ്ഡ് കോർഡിനേറ്റിന്റെ ടൈം ഡെറിവേറ്റീവ് ആയിരിക്കും എന്തെന്ന് പറയുന്നത്? ജനറലൈസ്ഡ് വെലോസിറ്റി എന്ന് പറയും. നോക്കാം, ഇൻ ക്ലാസിക്കൽ മെക്കാനിക്സ് ജനറലൈസ്ഡ് വെലോസിറ്റി റെഫേഴ്സ് ടു ദി ടൈം ഡെറിവേറ്റീവ് ഓഫ് ജനറലൈസ്ഡ് കോർഡിനേറ്റ്. ഓക്കെ, time derivative of generalized coordinate used in Lagrangian mechanics. Lagrangian mechanics നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണ്? നമ്മൾ ജനറലൈസ്ഡ് വെലോസിറ്റി എന്ന് പറയുന്ന ഒരു ടേം ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ആരുടെ ഡെറിവേറ്റീവ് ആണ് അത്? നമ്മളുടെ ജനറലൈസ്ഡ് കോർഡിനേറ്റുകളുടെ ടൈം ഡെറിവേറ്റീവ് ആണ് എന്തെന്ന് പറയുന്നത്? ജനറലൈസ്ഡ് വെലോസിറ്റി എന്ന് പറയുന്ന കൺസെപ്റ്റ്. ഓക്കെ, ജനറലൈസ്ഡ് വെലോസിറ്റി ഈസ് ദി time derivative of generalized coordinate. Okay, ഓർമ്മയിൽ വേണേ. Then unlike ordinary velocity which is tied to Cartesian coordinate, generalized velocity adapts to whatever coordinate system best describe the system's constraints. എന്താണ് നമ്മളെ ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നം നമ്മൾ തുടക്കത്തെ ക്ലാസ്സുകളിൽ, ആദ്യത്തെ ക്ലാസ്സുകളിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു? നമുക്ക് ന്യൂട്ടോണിയൻ മെക്കാനിക്സ് എന്ന് പറയുന്ന സെർട്ടൈൻ ആയിട്ടുള്ള ഒരു കോർഡിനേറ്റ് സിസ്റ്റത്തിന്, അല്ലെങ്കിൽ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റത്തിന് മാത്രമേ, അല്ലെങ്കിൽ പോളാർ കോർഡിനേറ്റ് സിസ്റ്റത്തിലൊക്കെ മാത്രമേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അതല്ല എങ്കിൽ നമ്മളുടെ ഇക്വേഷനെ കോർഡിനേറ്റ് സിസ്റ്റം മാറുന്നതിനനുസരിച്ച് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്? മാറ്റേണ്ടതായിട്ട് വരുന്നുണ്ട്. പക്ഷെ ആ ഒരു പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്തിലേക്ക് വന്നത്? ജനറലൈസ്ഡ് കോർഡിനേറ്റ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിലേക്കും ലഗ്രാഞ്ചിയൻ മെക്കാനിക്സ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിലേക്കും നമ്മൾ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതാണ് ഇവിടെ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. എന്താണ്? സാധാരണ വെലോസിറ്റിയെ പോലെയല്ല, ഇവിടെ നമ്മളുടെ ജനറലൈസ്ഡ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് അഡാപ്റ്റ്സ് ടു വാട്ട് എവർ കോർഡിനേറ്റ് സിസ്റ്റം ബെസ്റ്റ് ഡിസ്ക്രൈബ് ദി സിസ്റ്റംസ് കൺസ്ട്രെയിന്റ്. ആ സിസ്റ്റത്തിന്റെ കൺസ്ട്രെയിനെ ഏറ്റവും നന്നായിട്ട് ഡിഫൈൻ ചെയ്യുന്ന കോർഡിനേറ്റ് സിസ്റ്റം ഏതാണോ ആ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ പോലും ജനറലൈസ്ഡ് വെലോസിറ്റി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് നമുക്ക് എന്താക്കാൻ പറ്റും? അപ്ലൈ ചെയ്യാൻ പറ്റും. പക്ഷേ മുന്നേ നമ്മളുടെ നോർമൽ വെലോസിറ്റിയെ കുറിച്ച് നമ്മൾ പഠിക്കുന്ന സമയത്ത് നമുക്ക് എന്താ അവിടെ മനസ്സിലാക്കാൻ പറ്റിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അത് കാർട്ടീഷ്യൻ കോർഡിനേറ്റ് മാത്രം, കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റത്തിന് മാത്രമായിട്ട്, അല്ലെങ്കിൽ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ മാത്രമായിട്ട് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു വേരിയബിൾ ആയിരുന്നു. പക്ഷേ ജനറലൈസ്ഡ് കോർഡിനേറ്റിനെ പോലെ തന്നെ ജനറലൈസ്ഡ് വെലോസിറ്റിയുടെയും ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഏത് കോർഡിനേറ്റ് സിസ്റ്റത്തിലും അഡാപ്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ജനറലൈസ്ഡ് വെലോസിറ്റിയുടെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത, ഫീച്ചർ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? സോ generalized velocity adapts to whatever coordinate system best describes the system's constraint. Okay, constraint, സിസ്റ്റത്തിന്റെ കൺസ്ട്രെയിന്റ് ഏറ്റവും നന്നായിട്ട് ഡിഫൈൻ ചെയ്യപ്പെടുന്ന കോർഡിനേറ്റ് സിസ്റ്റം ഏതാണോ ആ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ ഉൾപ്പെടെ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ജനറലൈസ്ഡ് വെലോസിറ്റി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ് ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് നോക്കാം, ജനറലൈസ്ഡ് വെലോസിറ്റിയിലെ ജനറലൈസ്ഡ് കോർഡിനേറ്റ് എന്ന് പറയുന്ന RI ആണ്. സോ ജനറലൈസ്ഡ് വെലോസിറ്റി എന്ന് പറയുമ്പോൾ എന്താ നമുക്ക് വരുന്നത്? dRi/dt ആയിരിക്കും വരുന്നത്. സോ നമുക്ക് അതിനെ എങ്ങനെ എഴുതാൻ പറ്റും? RI ഡോട്ട് എന്ന് പറയാൻ പറ്റും അല്ലെ? RI ഡോട്ട് എന്ന് നമുക്ക് പറയാൻ പറ്റും. സോ ജനറലൈസ്ഡ് വെലോസിറ്റി VI എന്ന് പറയുന്നത് ജനറലൈസ്ഡ് വെലോസിറ്റി ആണ്. ജനറലൈസ്ഡ് വെലോസിറ്റി ആണ്. സോ VI ഈക്വൽ ടു RI ഡോട്ട് എന്ന് നമുക്ക് പറയാവുന്നതാണ്. VI ഈക്വൽ ടു RI ഡോട്ട് എന്ന് പറയാം. ഓക്കെ അല്ലേ? ഇനി നമുക്കറിയാം നമ്മുടെ കയ്യിൽ RIയുടെ വാല്യൂ നേരത്തെ ഉണ്ടായിരുന്നു. RI ഈക്വൽ ടു നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്നു. എന്താ? RI ഈക്വൽ ടു RI ഓഫ് Q1 Q2 Q3 അല്ലെ? RI ഓഫ് Q1 Q2 Q3 എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ എഴുതാൻ ഞാൻ ഒന്നുകൂടി. RI ഈക്വൽ ടു എന്താ എഴുതിയത്? RI ഓഫ് Q1 Q2 Q3 എക്സെട്ര QF, T എന്നാണ് നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? അതിന്റെ ടൈം ഡെറിവേറ്റീവ് ആണ് എടുക്കേണ്ടത് അല്ലെ? ഈ ജനറലൈസ്ഡ് കോർഡിനേറ്റിന്റെ ടൈം ഡെറിവേറ്റീവ് ആണ് എടുക്കേണ്ടത്. സോ dRi/dt ആണ് നമുക്ക് ചെയ്യാനുള്ളത്, അല്ലെങ്കിൽ dRi/dt ആണ് നമുക്ക് ചെയ്യാറുള്ളത്. അപ്പൊ എന്താ വരിക? dRi/dt ഈക്വൽ ടു dRi/Q1 ഇൻറ്റു ΔQ1/dt അല്ലെ? ΔQ1/dt. ഇവിടെ എന്ത് വരും? dRi/Q2 ΔQ2/dt ചെയ്യണം, എക്സെട്ര dRi/QF ΔQF/dt പ്ലസ് dRi/dt
ഇൻറ്റു ഡോ ടി ബൈ ഡോ ടി എന്ന് നമുക്ക് എഴുതേണ്ടതായിട്ട് വരും. ഡോ ടി ബൈ ഡോ ടി ഡെൽറ്റ ടി ബൈ ഡോ ടി എന്ന് നമുക്ക് എഴുതേണ്ടതായിട്ട് വരും. ഓക്കെ, ഇനി നോക്കിയേ, ഇയാൾ നോക്കിയേ, ഈ ഡോ ക്യൂ വൺ ബൈ ഡോ ടി എന്താ വരിക? ഡോ ക്യൂ വൺ ഡെൽറ്റ ക്യൂ ബൈ, ഈ ഡോയും ഡെൽറ്റ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവും ഇടയ്ക്കിടയ്ക്ക്, നോക്കണം. അതാണ് നമ്മളുടെ വിർച്വൽ ഡിസ്പ്ലേസ്മെന്റ് നമുക്ക് പറ്റിപ്പോയത്. എന്താ വരിക? ഡെൽറ്റ ക്യൂ വൺ ബൈ ഡോ ടി എന്നുള്ളതിന് എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ക്യൂ വൺ ഡോട്ട് എന്ന് പറയാൻ പറ്റും. അതായത് ക്യൂ വണ് വിത്ത് റെസ്പെക്ട് ടു ടൈം അല്ലേ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. സോ ക്യൂ വൺ ഡോട്ട് എന്ന് പറയാൻ പറ്റും. ഡെൽറ്റ ക്യൂ ടു ഡിവൈഡ് ബൈ ഡോട്ടിൽ എനിക്ക് എന്ത് പറയാൻ പറ്റും? ക്യൂ ടു ഡോട്ട് എന്ന് പറയാൻ പറ്റും അല്ലെ. ഇവിടെ എന്താ? ഡോ ആർ ഐ ബൈ ഡോട്ടി അല്ലേ. സോ ആർ ഐ ഡോട്ട് എന്ന് പറഞ്ഞ പോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡെൽറ്റ ക്യൂ വൺ ബൈ ഡോട്ടിനെ എനിക്ക് ക്യൂ ഐ ഡോട്ട് എന്ന് പറയാം. ഇയാളെ ക്യൂ ഐ ഡോട്ട് അല്ലെങ്കിൽ ക്യൂ വൺ ഡോട്ട് എന്ന് പറയാം. ഇയാൾ എന്ത് പറയാം? ക്യൂ ടു ഡോട്ട് എന്ന് പറയാം. ഇയാളെ ക്യൂ എഫ് ഡോട്ട് എന്ന് പറയാം. ഓക്കെ, ആ രീതിയിൽ എനിക്ക് എഴുതാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്ത് എഴുതാൻ പറ്റും? ഇതിന്റെ സമ്മേഷൻ രൂപത്തിൽ എഴുതാം. എങ്ങനെ വരും? സമ്മേഷൻ ജെ ഈക്വൽ ടു 1 to 3n മൈനസ് കെ. ഇവിടെ എന്താ? ഡോ ആർ ഐ ഡോ ആർ ഐ ഡോ ആർ ഐ ഡോ ആർ ഐ അല്ലെ. ഡോ ആർ ഐ ബൈ ഇവിടെ എന്താ വരിക? ഡോ ക്യൂ വൺ അല്ലെ. ഡോ ക്യൂ വൺ, ഡോ ക്യൂ ടു, ഡോ ക്യൂ എഫ് അല്ലെ. അപ്പൊ എന്ത് വരും? ഇവിടെ എന്താണോ വാല്യൂ, ഡെൽറ്റ ക്യൂ വൺ ആണെങ്കിൽ ഇവിടെ ഡോ ക്യൂ വൺ, ഡെൽറ്റ ക്യൂ ടു ആണെങ്കിൽ ഇവിടെ ഡോ ക്യൂ ടു, ഡെൽറ്റ ക്യൂ എഫ് ആണെങ്കിൽ ഇവിടെ ഡോ ക്യൂ എഫ് അല്ലെ. അങ്ങനെയല്ലേ വരുന്നത്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? സോ വി ഐ ഈക്വൽ ടു ആർ ഐ ഡോട്ട് ഈക്വൽ ടു സമ്മേഷൻ ജെ ഈക്വൽ ടു 1 to 3n മൈനസ് കെ ഡോ ആർ ഐ ബൈ ഡോ ക്യൂ ജെ. ഓക്കെ, ഡോ ക്യൂ ജെ, സോ ഡോ ആർ ഐ ബൈ ഡോ ക്യൂ ജെ ഇൻറ്റു ക്യൂ ജെ ഡോട്ട് പ്ലസ് ഡോ ആർ ഐ ബൈ ഡോ ടി എന്ന് പറഞ്ഞു. ഡോ ആർ ഐ ബൈ ഡോ ടി എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഡോ ആർ ഐ ബൈ ഡോ ടി. ഓക്കെ ആണല്ലോ. സോ ഇതാണ് എന്തെന്ന് പറയുന്നത്? നമ്മളുടെ ജനറലൈസ്ഡ് വെലോസിറ്റിയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ജനറലൈസ്ഡ് വെലോസിറ്റി വി ഐ ഈക്വൽ ടു എന്താ വരിക? സമ്മേഷൻ ജെ ഈക്വൽ ടു 1 to 3n മൈനസ് കെ എന്താ വരിക? ഡോ ആർ ഐ ബൈ ഡോ ക്യൂ ജെ ഇൻറ്റു ക്യൂ ജെ ഡോട്ട് പ്ലസ് ഡോ ആർ ഐ ബൈ ഡോ ടി എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഡോ ആർ ഐ ബൈ ഡോ ടി, ഡോ ആർ ഐ ബൈ ഡോ ടി. നേരത്തെ എന്താ ഉണ്ടായിരുന്നത് നോക്കിയാൽ? ജനറലൈസ്ഡ് വിർച്വൽ ഡിസ്പ്ലേസ്മെന്റ് ഇക്വേഷൻ എന്താ ഉണ്ടായിരുന്നത്? സമ്മേഷൻ ഐ ഈക്വൽ ടു ജെ ഈക്വൽ ടു 1 to 3n മൈനസ് കെ ഡോ ആർ ഐ ബൈ ഡോ ക്യൂ ജെ ഇൻറ്റു ഡെൽറ്റ ക്യൂ ജെ എന്നാണ് ഉണ്ടായിരുന്നത്. ഇവിടെ എന്താ വരുന്നത്? ഡോ ആർ ഐ ബൈ ഡോ ക്യൂ ജെ ഇൻറ്റു ക്യൂ ജെ ഡോട്ട് പ്ലസ് ഡോ ആർ ഐ ബൈ ഡോ ടി എന്ന് പറയുന്ന ഒരു ടേം കൂടി അഡീഷണൽ ആയിട്ട് കയറി വരുന്നുണ്ട് ഇൻ കേസ് ഓഫ് ജനറലൈസ്ഡ് വെലോസിറ്റി. അപ്പോൾ വിർച്വൽ ഡിസ്പ്ലേസ്മെന്റിന്റെ ഇക്വേഷൻ അറിഞ്ഞിരിക്കുക, ജനറലൈസ്ഡ് വെലോസിറ്റിയുടെ ഇക്വേഷനും അറിഞ്ഞിരിക്കുക. ഓക്കെ അല്ലേ? ഓക്കെ, ദെൻ അങ്ങനെയാണെങ്കിൽ അടുത്ത ടേമിലേക്ക് പോയാലോ? ജനറലൈസ്ഡ് ഫോഴ്സ് എന്ന് പറയുന്നതാണ് അടുത്ത ടേം എന്ന് പറയുന്നത്. ജനറലൈസ്ഡ് ഫോഴ്സ് എങ്ങനെയാണ്? ജനറലൈസ്ഡ് ഫോഴ്സിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് നോക്കാനുള്ളത്. സോ നോക്കാം. ക്ലാസിക്കൽ മെക്കാനിക്സ്, ജനറലൈസ്ഡ് ഫോഴ്സ് ഈസ് ദ ക്വാണ്ടിറ്റി ദാറ്റ് കറസ്പോണ്ട്സ് ടു ജനറലൈസ്ഡ് കോർഡിനേറ്റ് ഇൻ ലഗ്രാഞ്ചിയൻ മെക്കാനിക്സ്. ഓക്കെ, എന്താണ് ജനറലൈസ്ഡ് ഫോഴ്സ് എന്ന് പറയുന്നത്? എന്താണ്? ക്വാണ്ടിറ്റി ദാറ്റ് കറസ്പോണ്ട്സ് ടു ജനറലൈസ്ഡ് കോർഡിനേറ്റ് ഇൻ ലഗ്രാഞ്ചിയൻ മെക്കാനിക്സ്. ജനറലൈസ്ഡ് കോർഡിനേറ്റുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വരുന്ന ഒരു ടേം ആണ് എന്തെന്ന് പറയുന്നത്? ജനറലൈസ്ഡ് ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ അതെങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. നമുക്കറിയാം വിർച്വൽ ഡിസ്പ്ലേസ്മെന്റ് പഠിച്ച ശേഷം നമ്മൾ ഒരു ഡിആലംബർട്ട്സ് പ്രിൻസിപ്പിൾ ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. അടുത്ത വർക്ക് കാര്യങ്ങൾ, വിർച്വൽ വർക്ക് എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അതിന്റെ ഇക്വേഷൻ നമ്മൾ എന്താ എഴുതിയിട്ടുണ്ടായിരുന്നത്? അല്ലെങ്കിൽ വർക്കിന്റെ ജനറൽ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെൽറ്റ ഡബ്ല്യു ഐ ഈക്വൽ ടു എഫ് ഐ ഡോട്ട് ഡെൽറ്റ ആർ ഐ എന്ന് നമ്മൾ റെപ്രസെന്റ് ചെയ്തത് അല്ലെ. ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് ജനറൽ ഇക്വേഷൻ പ്രകാരം ഡെൽറ്റ ഡബ്ല്യു ഐ ഈക്വൽ ടു എഫ് ഐ ഡോട്ട് ഡെൽറ്റ ആർ ഐ എന്നുള്ളതാണ് നമ്മൾ എഴുതിയിട്ടുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത്. സോ അങ്ങനെയാണെങ്കിൽ ടോട്ടൽ വർക്ക് ഡൺ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഡെൽറ്റ ഡബ്ല്യു അല്ലെ. ഡെൽറ്റ ഡബ്ല്യു ഈക്വൽ ടു സമ്മേഷൻ ഐ ഈക്വൽ ടു 1 to n എഫ് ഐ ഡോട്ട് ഡെൽറ്റ ആർ ഐ എന്നുള്ളതാണ് ജനറൽ ഇക്വേഷൻ ഫോർ ടോട്ടൽ വർക്ക്. ടോട്ടൽ വർക്കിന് നമുക്ക് എങ്ങനെ എഴുതാം? ടോട്ടൽ വർക്ക് ഈക്വൽ ടു ഡെൽറ്റ ഡബ്ല്യു ഈക്വൽ ടു സമ്മേഷൻ ഐ ഈക്വൽ ടു 1 to n എഫ് ഐ ഡോട്ട് ഡെൽറ്റ ആർ ഐ എന്ന് നമുക്ക് പറയാവുന്നതാണ്. ഓക്കെ അല്ലേ? ദെൻ അങ്ങനെയാണെങ്കിൽ നോക്കിയേ, അങ്ങനെയാണെങ്കിൽ ഡെൽറ്റ ഡബ്ല്യു ഈക്വൽ ടു സമ്മേഷൻ ഐ ഈക്വൽ ടു 1 to n എഫ് ഐ അല്ലെ. 1 to n എഫ് ഐ അവിടെ ഉണ്ട്. ഈ ഡെൽറ്റ ആർ ഐ എന്ന് പറഞ്ഞ ആരായിരുന്നു? നമ്മൾ നേരത്തെ പറഞ്ഞ ആളാണ്. ഡെൽറ്റ ആർ ഐ എന്ന് പറയുന്ന ആരായിരുന്നു? നമ്മളുടെ ഡെൽറ്റ ആർ ഐ എന്ന് പറയുന്ന ആരായിരുന്നു? ഇയാളാ നമ്മളുടെ വിർച്വൽ ഡിസ്പ്ലേസ്മെന്റ് ആണ് അല്ലെ. വിർച്വൽ ഡിസ്പ്ലേസ്മെന്റ് ആണ് ഡെൽറ്റ ആർ ഐ എന്ന് പറയുന്നത്. സോ ആ വിർച്വൽ ഡിസ്പ്ലേസ്മെന്റിന്റെ വാല്യൂ ഞാൻ എന്ത് ചെയ്തു? ഈ ഡെൽറ്റ ആർ ഐ എന്ന് പറയുന്നത് വിർച്വൽ ഡിസ്പ്ലേസ്മെന്റ് ആണ്. സോ ആ വിർച്വൽ ഡിസ്പ്ലേസ്മെന്റിനെ ഞാൻ എന്ത് ചെയ്യുന്നു? വാല്യൂ നമ്മളുടെ ഇക്വേഷൻ അകത്തേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. വിർച്വൽ ഡിസ്പ്ലേസ്മെന്റിന്റെ വാല്യൂനെ ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. അപ്പൊ നോക്കി എന്താ വരിക? ഡെൽറ്റ ഡബ്ല്യു ഈക്വൽ ടു സമ്മേഷൻ ഐ ഈക്വൽ ടു 1 to n എഫ് ഐ, അയാൾ അവിടെ തന്നെ ഉണ്ട്, ഇൻറ്റു
summation j equal to 3n minus k dou ri by dou qj into delta qj എന്നുള്ളതാണ് എന്തെന്ന് പറയുന്നത്. ഇയാള് നമ്മളുടെ വിർച്വൽ ഡിസ്പ്ലേസ്മെന്റിന്റെ ഇക്വേഷൻ ആണ്. വിർച്വൽ ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഓക്കെ, വിർച്വൽ ഡിസ്പ്ലേസ്മെന്റിന്റെ ഇക്വേഷൻ ആണ്. ഓക്കെ, സോ വിർച്വൽ ഡിസ്പ്ലേസ്മെന്റിന്റെ ഇക്വേഷൻ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സോ അങ്ങനെ വരുമ്പോൾ എന്താണ്, ഇവിടെയും സമ്മേഷൻ ഉണ്ട്, ഇവിടെയും സമ്മേഷൻ ഉണ്ടല്ലോ. ഞാൻ രണ്ട് സമ്മേഷനുകൾ അടുപ്പിച്ച് എഴുതി. എന്ത് വരും? സമ്മേഷൻ i ഈക്വൽ ടു 1 to n, ദെൻ സമ്മേഷൻ j ഈക്വൽ ടു 1 to 3n minus k. ബാക്കി എന്താണുള്ളത്? fi ഡോട്ട് ഡോ ri ബൈ ഡോ qj ഇൻറ്റു ഡെൽറ്റ qj എന്നുള്ള ടേം അവിടെ ഉണ്ട്. നോക്കിയേ, fi ഡോട്ട് ഡോ ri ബൈ ഡോ qj ഇൻറ്റു ഡെൽറ്റ qj എന്ന് പറയുന്ന ടേം അവിടെ ഞാൻ എഴുതി. സോ അങ്ങനെയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യാണ്, ഈ ഒരു ടേമിന് ഇവിടെയുള്ള ഇത്രയാളുണ്ടല്ലോ, ഇയാൾക്ക് പകരം ഞാൻ എന്ത് ചെയ്യാണ്, ഇയാൾക്ക് പകരം ഞാൻ qj എന്ന് പറയുന്ന ഒരു ടേം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പൊ നോക്കിയേ, സമ്മേഷൻ കൂടി ഉണ്ട് കേട്ടോ. സമ്മേഷൻ i ഈക്വൽ ടു സമ്മേഷൻ i ഈക്വൽ ടു എന്ത് വരും? സമ്മേഷൻ i ഈക്വൽ ടു 1 to n fi ഡോട്ട് ഡോ ri ബൈ ഡോ qj എന്ന് പറയുന്ന ആളെ ഞാൻ എന്ത് ചെയ്തു, qj ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ലെറ്റ് ഇപ്പോ ഇയാൾ കേട്ടോ, ഡെൽറ്റ i ഈക്വൽ ടു 1 to n ദെൻ fi ഡോട്ട് ഡോ ri ബൈ ഡോ qj എന്ന് പറയുന്ന ആൾക്ക് പകരം ഞാൻ എന്ത് ചെയ്യുന്നു, qj എന്ന് പറയുന്ന ഒരു വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. ദെൻ അങ്ങനെ ആകുമ്പോൾ ബാക്കി എന്താ ഉള്ളത്? ഡെൽറ്റ w ഈക്വൽ ടു സമ്മേഷൻ j ഈക്വൽ ടു 1 to 3n minus k അല്ലെ, ഇയാളുണ്ട്. ദെൻ ഇയാൾക്കും പകരം ഞാൻ എന്ത് ചെയ്തു, qj എന്നുള്ള വാല്യൂ കൊടുത്തു. qj ഡോട്ട് ഡെൽറ്റ qj എന്ന് എനിക്ക് എഴുതാൻ പറ്റുമല്ലോ. qj ഡോട്ട് ഡെൽറ്റ qj എന്ന് എനിക്ക് എഴുതാൻ പറ്റും അല്ലെ. നോക്കി, ഡെൽറ്റ w ഈക്വൽ ടു സമ്മേഷൻ j ഈക്വൽ ടു 1 to 3n minus k qj ഡോട്ട് ഡെൽറ്റ qj എന്ന് എനിക്ക് എഴുതാൻ പറ്റും. സോ അങ്ങനെയാണെങ്കിൽ ഈ ഇക്വേഷൻ നമ്മൾ സ്റ്റാൻഡേർഡ് ഇക്വേഷനുമായിട്ട് വെച്ച് കമ്പയർ ചെയ്യുക. ഏതാ നമ്മളെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ? നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ വിർച്വൽ വർക്കിന്റെ ഇക്വേഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. എന്താണ്? ഡെൽറ്റ w ഈക്വൽ ടു സമ്മേഷൻ i ഈക്വൽ ടു 1 to n fi ഡോട്ട് ഡെൽറ്റ ri എന്നുള്ളതല്ലേ ഇക്വേഷൻ എന്ന് പറയുന്നത്. ആ ഇക്വേഷനെയും ഇപ്പൊ കിട്ടിയ ഇക്വേഷൻ എന്താ? ഡെൽറ്റ j സമ്മേഷൻ j ഈക്വൽ ടു 1 to 3n minus k qj ഡോട്ട് ഡെൽറ്റ qj എന്ന് പറയുന്നതാണ് ഇപ്പൊ കിട്ടിയ. ഈ രണ്ടാളുകളെയും കമ്പയർ ചെയ്യുക. നോക്കി, ഡെൽറ്റ ri എന്ന് പറഞ്ഞാൽ എന്താണ്? ജനറലൈസ്ഡ് നമ്മളുടെ വിർച്വൽ ഡിസ്പ്ലേസ്മെന്റ് അല്ലെ, അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് ആണ് ഡെൽറ്റ ri എന്ന് പറയുന്നത്. ഇയാൾ എന്താണ്? ജനറലൈസ്ഡ് കോർഡിനേറ്റ് ആണ്. ജനറലൈസ്ഡ് കോർഡിനേറ്റിന്റെ ടേം ആണ് ഈ qj എന്ന് പറയുന്നത് അല്ലെ, ജനറലൈസ്ഡ് കോർഡിനേറ്റിന്റെ ടേം ആണ്. അപ്പോ ഇയാളും ഓൾമോസ്റ്റ് സിമിലർ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഇയാളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കമ്പയർ ചെയ്ത് എഴുതാൻ പറ്റും. അപ്പൊ എന്ത് വരും? qj ഈക്വൽ ടു സമ്മേഷൻ i ഈക്വൽ ടു 1 to n fi ഡോട്ട് ഡോ ri ബൈ ഡോ qj. നമ്മൾ ആദ്യം എഴുതിയിട്ടുണ്ടായിരുന്നു അല്ലെ, ഡോ ri ബൈ ഡോ qj fi ഡോട്ട് ഡോ ri ബൈ ഡോ qj. അയാളെ നമുക്ക് എന്തെന്ന് വിളിക്കാൻ പറ്റും? ഈ ഒരു ടേമിനെ നമുക്ക് ജനറലൈസ്ഡ് ഫോഴ്സ് എന്ന് പറയാൻ പറ്റും. ജനറലൈസ്ഡ് ഫോഴ്സ്. എന്തുകൊണ്ട് ജനറലൈസ്ഡ് ഫോഴ്സ് എന്നായി? അത് എന്തിന്റെ ടേമിലാണുള്ളത്? ജനറലൈസ്ഡ് കോർഡിനേറ്റുകളുടെ ടേമിലാണ് വരുന്നത്. സോ ദാറ്റ് നമ്മളുടെ ജനറലൈസ്ഡ് ഫോഴ്സിന്റെ ഇക്വേഷൻ എന്താണ്? qj ഈക്വൽ ടു സമ്മേഷൻ i ഈക്വൽ ടു 1 to n fi ഡോട്ട് ഡോ ri ബൈ ഡോ qj എന്നുള്ളതാണ് നമ്മളുടെ വാല്യൂ ഫോർ ജനറലൈസ്ഡ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഇക്വേഷൻ ഓർത്തിരുന്നാൽ മതി. ഡെറിവേഷൻസും കാര്യങ്ങളും നമ്മളുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഇമ്പോർട്ടന്റ് അല്ല. സോ ഇക്വേഷൻ ഓർത്തിരിക്കുക. qj ജനറലൈസ്ഡ് ഫോഴ്സ് ഈക്വൽ ടു സമ്മേഷൻ i ഈക്വൽ ടു 1 to n fi ഡോട്ട് ഡോ ri ബൈ ഡോ qj എന്നുള്ളതാണ് നമ്മളുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ, ദെൻ അങ്ങനെയാണെങ്കിൽ ദിസ് ഇക്വേഷൻ റെപ്രസെന്റ്സ് ദി ജനറലൈസ്ഡ് ഫോഴ്സ്. ഇനി നമ്മൾ അവിടെ സ്പെഷ്യൽ കേസ് കൺസിഡർ ചെയ്യാണ്. ഇഫ് ദ ഫോഴ്സ് ഈസ് കൺസർവേറ്റീവ്, ഇവിടുത്തെ ഫോഴ്സ് എന്ന് പറയുന്നത് കൺസർവേറ്റീവ് ആണെന്ന് കരുതുക. എന്താണ് കൺസർവേറ്റീവ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ? കൺസർവേറ്റീവ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഇലക്ട്രോ ഡൈനാമിക്സ് ഒക്കെ നമ്മൾ പഠിക്കുന്നതാണ്. കൺസർവേറ്റീവ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോഴ്സ് കാരണം ഉണ്ടാവുന്ന വർക്ക് ഡൺ അല്ലെ, വർക്ക് ഡൺ ബൈ ദ ഫോഴ്സ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ദി പാത്ത്. ഓക്കെ, ഇൻഡിപെൻഡന്റ് ഓഫ് പാത്ത്. ഓക്കെ, കൺസർവേറ്റീവ് എന്ന് പറയുന്നത് നമ്മൾ ഇങ്ങനെയാണ് പറയുന്നത്, വർക്ക് ഡൺ ബൈ ദി ഫോഴ്സ് ഈസ് ഇൻഡിപെൻഡന്റ് ഓൺ ദി പാത്ത്. പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യില്ല, പക്ഷെ ആരെയാ ഡിപ്പെൻഡ് ചെയ്യുന്നത്? ഡിപ്പെൻഡ്സ് ഓൺ ദി ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പോയിന്റ്. ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പോയിന്റിനെ മാത്രമാണ് എന്ത് ചെയ്യുന്നത്?
ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടാവുക, ഒരിക്കലും പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യില്ല. അത്തരത്തിലുള്ള ഫോഴ്സുകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, കൺസർവേറ്റീവ് ഫോഴ്സുകൾ എന്ന് പറയുന്നത്. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഒരു കൺസർവേറ്റീവ് ഫോഴ്സിന് എക്സാമ്പിൾ ആണ്. ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് കൺസർവേറ്റീവ് ഫോഴ്സിന് എക്സാമ്പിൾ ആണ്. അവരെന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, ആ ഫോഴ്സ് കാരണം ഉണ്ടാകുന്ന വർക്ക് ഡൺ എന്ന് പറയുന്നത് അവിടുത്തെ പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, മറിച്ച് ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പോയിന്റിനെ പൊസിഷനെ മാത്രമേ എന്ത് ചെയ്യുന്നുണ്ടാവുള്ളൂ, ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടാവുള്ളൂ. അത്തരത്തിലുള്ള ഫോഴ്സുകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, കൺസർവേറ്റീവ് ഫോഴ്സ് എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള കൺസർവേറ്റീവ് ഫോഴ്സുകളുടെ കേസിൽ അവിടുത്തെ ഫോഴ്സും പൊട്ടൻഷ്യലും തമ്മിലൊരു റിലേഷൻ ഉണ്ടാകും. എന്താണ്, ഇറ്റ് ഈസ് ദി നെഗറ്റീവ് ഗ്രേഡിയന്റ്. ഓക്കെ, നെഗറ്റീവ് ഗ്രേഡിയന്റ് ആണ്. പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് നെഗറ്റീവ് ഗ്രേഡിയന്റ് ആയിരിക്കും. ഓക്കെ, സോ ഫോഴ്സ് എന്ന് പറയുന്നത് F is equal to മൈനസ് ഡെൽ വി എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, മൈനസ് ഡെൽ വി എന്ന് നമുക്ക് പറയാൻ പറ്റും. സോ എങ്ങനെ എഴുതാൻ പറ്റും, F equal to മൈനസ് ഡോ വി ഐ ബൈ ഡോ ആർ ഐ എന്ന് പറയാൻ പറ്റും. 1 ഡയമെൻഷന്റെ കേസിൽ. 2 ഡയമെൻഷനോ 3 ഡയമെൻഷൻ എടുക്കുമ്പോൾ ഡോ വി എക്സ് ബൈ ഡോ ആർ എക്സ് പ്ലസ് ഡോ വി വൈ ബൈ ഡോ വൈ പ്ലസ് ഡോ വി സെഡ് ബൈ ഡോ സെഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇക്വേഷൻ കുറച്ച് വലുതാവും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാണ്, അതിനെ ചെറുതാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പറയാണ് നമ്മളുടെ ഫോഴ്സ് എന്ന് പറയുന്നത്, ഇവിടെ ആക്ട് ചെയ്യപ്പെടുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് കൺസർവേറ്റീവ് ആണ് നമ്മൾ അസ്യൂം ചെയ്യാണ്. അല്ലെങ്കിൽ കൺസർവേറ്റീവ് ആണെങ്കിൽ എന്തായിരിക്കും നമ്മളുടെ ഇക്വേഷൻ ഫോർ ഫോഴ്സ്, F ഈക്വൽ ടു മൈനസ് ഡെൽ വി, അല്ലെങ്കിൽ നമുക്ക് എന്ത് എഴുതാൻ പറ്റും, മൈനസ് ഡോ വി ബൈ ഡോ ആർ ഐ എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഇനി അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഈ ക്യൂ ജെയുടെ വാല്യൂവിന് പകരം ക്യൂ ജെയിൽ ഈ എഫ് ഐക്ക് പകരം, എഫ് ഐ എന്ന് പറയുന്നത് എന്താണ്, കൺസർവേറ്റീവ് ആണ് നമ്മളിപ്പോൾ പറഞ്ഞു. സോ കൺസർവേറ്റീവ് ആകുമ്പോൾ ഈ എഫ് ഐക്ക് പകരം നമുക്ക് എന്ത് എഴുതാൻ പറ്റും, മൈനസ് ഡോ വി ബൈ ഡോ ആർ ഐ എന്ന് എഴുതാൻ പറ്റും. നോക്കിയേ, ക്യൂ ജെ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ എന്താ എഴുതിയത്, ക്യൂ ജെ ഈക്വൽ ടു സമ്മേഷൻ ഐ ഈക്വൽ ടു 1 to n എന്താണ് എഴുതിയിട്ടുണ്ടായിരുന്നത്, എഫ് ഐ ഡോട്ട് ഡെൽ അല്ലെ, എഫ് ഐ ഡോട്ട് ഡോ ആർ ഐ ബൈ ഡോ ക്യൂ ജെ, ഡോ ആർ ഐ ബൈ ഡോ ക്യൂ ജെ എന്നാണ് നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്നത്. ഇനി നമ്മളിപ്പോ എന്താ എഴുതിയിട്ടുണ്ടായിരുന്നത്, ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ്, മൈനസ് ഡോ വി ഐ ബൈ ഡോ ക്യൂ ഐ, അല്ലെങ്കിൽ ഡോ ആർ ഐ, സോറി ഡോ വി ഐ ബൈ ഡോ ആർ ഐ എന്നാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അല്ലെ, ഡോ വി ഐ ബൈ ഡോ ആർ ഐ എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ ഇയാളെ ഞാൻ എന്ത് ചെയ്യാണ്, ഇവിടേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പൊ എന്താ വരിക, ക്യൂ ജെ ഈക്വൽ ടു സമ്മേഷൻ ഐ ഈക്വൽ ടു 1 to n മൈനസ് ഡോ വി ബൈ ഡോ ആർ ഐ അല്ലെ, മൈനസ് ഡോ വി ബൈ ഡോ ആർ ഐ, ആർക്ക് പകരം, എഫ് ഐക്ക് പകരം അത് വന്നു, ഇൻറ്റു ഡോ ആർ ഐ ബൈ ഡോ ക്യൂ ജെ വന്നു. ഓക്കെ, ഈ ഡോ ആർ ഐ നമുക്ക് ക്യാൻസൽ ചെയ്യാലോ. അങ്ങനെയാണെങ്കിൽ ബാക്കി എന്താ വരിക, ക്യൂ ജെ ഈക്വൽ ടു സമ്മേഷൻ ഐ ഈക്വൽ ടു 1 to n മൈനസ് ഡോ വി ഐ ബൈ ഡോ ക്യൂ ജെ എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇതും എന്തിന്റെ ഇക്വേഷൻ ആണ്, ജനറലൈസ്ഡ് ഫോഴ്സിന്റെ ഇക്വേഷൻ ആണ്. ഇൻ കൺസർവേറ്റീവ് സിസ്റ്റം, ഒരു കൺസർവേറ്റീവ് സിസ്റ്റത്തിനകത്ത്, ഓക്കെ, കൺസർവേറ്റീവ് സിസ്റ്റത്തിനകത്ത് നമ്മുടെ ഫോഴ്സിന്റെ, ജനറലൈസ്ഡ് ഫോഴ്സിന്റെ ഇക്വേഷൻ ആണ് എന്ത് വരുന്നത്, ക്യൂ ജെ ഈക്വൽ ടു സമ്മേഷൻ ഐ ഈക്വൽ ടു 1 to n മൈനസ് ഡോ വി ഐ ബൈ ഡോ ക്യൂ ജെ എന്ന് വരുന്നത്. ഓക്കെ ആണോ? സോ ദിസ് ഈസ് ദി ജനറലൈസ്ഡ് ഫോഴ്സ് ഇൻ എ കൺസർവേറ്റീവ് സിസ്റ്റം. ഇപ്പൊ രണ്ട് ഇക്വേഷനുകളാണ്. എന്തൊക്കെയാ വരുന്നത്, ക്യൂ ജെ ഈക്വൽ ടു സമ്മേഷൻ ഐ ഈക്വൽ ടു 1 to n എഫ് ഐ ഡോട്ട് ഡോ ആർ ഐ ബൈ ഡോ ക്യൂ ജെ എന്നുള്ളത് എന്താണ്, ഒരു ഇക്വേഷൻ ആയിട്ട് നമുക്ക് പറയാം നമ്മളുടെ കൺസർവേറ്റീവ്, നമ്മളുടെ ജനറലൈസ്ഡ് ഫോഴ്സിന്റെ ഇക്വേഷൻ ആയിട്ട്. അതുപോലെ തന്നെ നമുക്ക് എന്ത് പറയാം, ക്യൂ ജെ ഈക്വൽ ടു സമ്മേഷൻ ഐ ഈക്വൽ ടു 1 to n മൈനസ് ഡോ വി ഐ ബൈ ഡോ ക്യൂ ജെ എന്ന് നമുക്ക് പറയാം, ഫോർ ദ കേസ് ഓഫ് ഓർ ഇൻ ദ കേസ് ഓഫ് കൺസർവേറ്റീവ് സിസ്റ്റം എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. കൺസർവേറ്റീവ് സിസ്റ്റത്തിലാണ് ഈ ഒരു ഇക്വേഷൻ വാലിഡ് ആവത്തുള്ളൂ. ഓക്കെ അല്ലേ? ഇപ്പൊ എന്തൊക്കെയാ പറഞ്ഞത്, ഒന്ന് നമ്മളുടെ നേരത്തെ ഏറ്റവും ആദ്യം പറഞ്ഞ വിർച്വൽ ഡിസ്പ്ലേസ്മെന്റ് ഇക്വേഷൻ ഒന്ന് നമ്മൾ കറക്റ്റ് ചെയ്തു. അതുപോലെ തന്നെ ജനറലൈസ്ഡ് വെലോസിറ്റിയുടെ കാര്യം പറഞ്ഞു, ജനറലൈസ്ഡ് ഫോഴ്സിന്റെ കാര്യവും പറഞ്ഞു. 3 ഇക്വേഷനുകൾ ഓർമ്മയിൽ ഉണ്ടാവണം കേട്ടോ, ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, സോ നോട്ട്, അവിടുത്തെ ഒരു നോട്ട് നമുക്ക് നോക്കാം. ജനറലൈസ്ഡ് ഫോഴ്സസ് ആർ നോട്ട് ഓൾവേസ് ദ സെയിം ആസ് ഫിസിക്കൽ ഫോഴ്സസ്. They can represent torques, pressure contribution or other effect depending on the chosen coordinate. It's a coordinate dependent. അപ്പോൾ എന്താണ് ജനറലൈസ്ഡ് ഫോഴ്സിന്റെ ഫീച്ചേഴ്സാ പറയുന്നത്. അപ്പൊ സാധാരണ ഫിസിക്കൽ ഫോഴ്സ് എന്ന് പറയുന്ന ഒരു സാധനം തന്നെ ആവണം എന്ന് നിർബന്ധമില്ല. പകരം സിസ്റ്റത്തിൽ ആക്ട് ചെയ്യപ്പെടുന്ന ടോർക്ക് ആവാം, അതുപോലെ തന്നെ പ്രഷർ കോൺട്രിബ്യൂഷൻ ആവാം. അതല്ല എങ്കിൽ നമ്മൾ ചൂസ് ചെയ്ത കോർഡിനേറ്റിൽ ഉണ്ടാവുന്ന എന്തെങ്കിലും പിന്നെ നമ്മളുടെ കോർഡിനേറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടാവുന്ന എന്തെങ്കിലും എഫക്റ്റുകളെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആവാം. അങ്ങനെ എന്ത് വേണമെങ്കിലും ആകാം. ജനറലൈസ്ഡ് ഫോഴ്സ് എന്ന് പറയുന്നത് നമ്മൾ മെക്കാനിക്സ് പഠിക്കുന്ന ജനറൽ ഫോഴ്സ് എന്ന് പറയുന്ന ഒരു ടേം അല്ലെങ്കിൽ ആ ഒരു ഫിസിക്കൽ മീനിങ് തന്നെ ആവണം എന്ന് നിർബന്ധമില്ല. ഓക്കെ, അതായത് നമ്മുടെ സെയിം ഫിസിക്കൽ ഫോഴ്സ് തന്നെ ആവണം നിർബന്ധമില്ല. പകരം ടോർക്ക് ആക്കാം, നമ്മുടെ സിസ്റ്റത്തിൽ ആക്ട് ചെയ്യപ്പെടുന്ന
ടോർക്കിന് നമുക്ക് ജനറലൈസ്ഡ് ഫോഴ്സ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. അതുപോലെ തന്നെ അവിടെ ഏതെങ്കിലും തരത്തിലുള്ള പ്രഷർ കോൺട്രിബ്യൂഷൻസ് ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് എന്തായിട്ട് പറയാൻ പറ്റും, ജനറലൈസ്ഡ് ഫോഴ്സ് ഒക്കെ ആയിട്ട് നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ അത് കോർഡിനേറ്റ് ഡിപ്പെൻഡന്റ് ആണ് എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക കേട്ടോ. സോ നമുക്ക് കോർഡിനേറ്റ് അനുസരിച്ചുകൊണ്ട് മാറ്റാൻ പറ്റും എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഫീച്ചർ എന്ന് പറയുന്നത്. സോ ഇതാണ് നമ്മൾ അവിടുത്തെ നോട്ടായിട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ടത്. ഇനി അടുത്തൊരു ടേം എന്ന് പറയുന്നത് ജനറലൈസ്ഡ് കൈനറ്റിക് എനർജി എന്ന് പറയുന്ന ഒരു ടേം ആണ്. ജനറലൈസ്ഡ് കൈനറ്റിക് എനർജി. ഇപ്പോൾ നമ്മൾ ജനറലൈസ്ഡ് വെലോസിറ്റി പറഞ്ഞു, ജനറലൈസ്ഡ് ഫോഴ്സ് പറഞ്ഞു, ഇനി ജനറലൈസ്ഡ് കൈനറ്റിക് എനർജിയാണ് നമുക്ക് നോക്കാനുള്ളത്. ഇപ്പോൾ നോക്കിയാൽ കൈനറ്റിക് എനർജി നമ്മൾ ടി വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. ടി ഈക്വൽ ടു സമ്മേഷൻ ഐ ഈക്വൽ ടു 1 to n ഹാഫ് എം വി സ്ക്വയർ എന്നുള്ളതാണല്ലോ കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ അല്ലേ. ഹാഫ് എം വി സ്ക്വയർ എന്നുള്ളതാണ് കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ. ഞാൻ എങ്ങനെ എഴുതി, ഹാഫ് ഇൻറ്റു എം ഇൻറ്റു ആർ ഐ ഡോട്ട് സ്ക്വയർ എന്ന് എഴുതി, ആർ ഐ ഡോട്ട്. ഓക്കെ, നമ്മളുടെ പിന്നെ ജനറലൈസ്ഡ് കോർഡിനേറ്റിന്റെ അല്ലെ, നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന ജനറലൈസ്ഡ് കോർഡിനേറ്റിന്റെ ടേമിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വെലോസിറ്റിനെ മാറ്റാൻ പറ്റും. ആർ ഐ ഡോട്ട് എന്നാണ് നമ്മൾ ജനറലി റെപ്രസെന്റ് ചെയ്യുന്നത്, നമുക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. സോ ആർ ഐ ഡോട്ട് സ്ക്വയർ ആണ്. അപ്പൊ ഞാൻ അതിനെ ഒന്നും കൂടി മാറ്റി എഴുതി. ഇതിന് എനിക്ക് ഇങ്ങനെ എഴുതാലോ, ഹാഫ് എം ആർ ഐ ഇൻറ്റു ആർ ഐ എന്ന് എഴുതിക്കൂടെ അല്ലെ, ആർ ഐ ഇൻറ്റു ആർ ഐ, സോറി ആർ ഐ ഡോട്ട് ഇൻറ്റു ആർ ഐ ഡോട്ട് എന്ന് എഴുതിക്കൂടെ, അതല്ലേ ആർ ഐ ഡോട്ട് സ്ക്വയർ എന്ന് പറയുന്ന ആള്. സോ അങ്ങനെ ഞാൻ എഴുതി. സോ ആ സമ്മേഷൻ കൂടി കൊടുത്തു. അപ്പൊ എന്താണ് കൈനറ്റിക് എനർജി ടി ഈക്വൽ ടു സമ്മേഷൻ ഐ ഈക്വൽ ടു 1 to n ഹാഫ് എം ഐ ആർ ഐ ഡോട്ട് സ്ക്വയർ എന്നുള്ളതാണ് നമ്മളുടെ ഇക്വേഷൻ. സോ അതിനകത്ത് ഞാൻ എന്ത് ചെയ്തു, ആർ ഐ സ്ക്വയറിന് ഞാനൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതി, എം ഐ ഡോട്ട് ആർ ഐ ഡോട്ട് ഇൻറ്റു ആർ ഐ ഡോട്ട് എന്ന് ഞാൻ അതിനെ മാറ്റി എഴുതി. എം ഐ ഇൻറ്റു ആർ ഐ ഡോട്ട് ഇൻറ്റു ആർ ഐ ഡോട്ട്, ഹാഫ് ഉണ്ട്. ഓക്കെ, മറ്റേ സമ്മേഷൻ അവിടെ ഉണ്ട്. ദെൻ ഇതിനകത്ത് ഇത്ര ആളുകളെ ഞാൻ എന്ത് ചെയ്യാണ്, ഒന്ന് പുറത്തേക്ക് എടുക്കുകയാണ്. സോ എന്ത് വരും, സമ്മേഷൻ ഐ ഈക്വൽ ടു 1 to n ഹാഫ് എം ഐ എന്ന് പറയുന്ന ആൾ അവിടെ ഉണ്ട്. ദെൻ ആർ ഐ ഡോട്ട് ആർ ഐ ഡോട്ട്, ആർ ഐ ഡോട്ട് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, ഇയാള് ജനറലൈസ്ഡ് വെലോസിറ്റി ആണല്ലോ അല്ലെ, ജനറലൈസ്ഡ് വെലോസിറ്റി ആണ് ആർ ഐ ഡോട്ട് എന്ന് പറയുന്നത്. ഇയാളും അത് തന്നെയല്ലേ, ജനറലൈസ്ഡ് വെലോസിറ്റിന്റെ ഇക്വേഷൻ നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ടല്ലോ. സോ ആ ഇക്വേഷൻ ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. എന്താണ്, സമ്മേഷൻ ജെ ഈക്വൽ ടു 1 to 3n minus k ഡോ ആർ ഐ ബൈ ഡോ ക്യൂ ജെ ഇൻറ്റു ക്യൂ ജെ ഡോട്ട് പ്ലസ് ഡോ ആർ ഐ ബൈ ഡോ ടി ഇൻറ്റു സമ്മേഷൻ ജെക്ക് പകരം ഞാൻ അടുത്തൊരു വേരിയബിൾ എൽ എന്ന് പറയുന്ന ഒരു വേരിയബിൾ ആയിട്ട് എടുത്തു. സോ എൽ ഈക്വൽ ടു 1 to 3n minus k ഡോ ആർ ഐ ബൈ ഡോ ക്യൂ എൽ ഡെൽറ്റ ക്യൂ ക്യൂ എൽ ഡോട്ട് പ്ലസ് ഡോ ആർ ഐ ബൈ ഡോ ടി എന്ന് ഞാൻ എഴുതി. ഒന്നും ചെയ്തില്ല, നമ്മൾ എന്ത് ചെയ്തു, സ്പ്ലിറ്റ് ചെയ്ത് എഴുതി. എന്നിട്ട് വെലോസിറ്റിയുടെ ടേം ഞാൻ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, ജെയും എല്ലും കൊടുത്തു. ഓക്കെ, ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ദെൻ മൾട്ടിപ്ലൈ ദ ടേം. നമ്മൾ എന്ത് ചെയ്യാണ്, ഈ ടേമുകളെ പരസ്പരം മൾട്ടിപ്ലൈ ആണ്. ഇയാളെ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു ആദ്യം, ദെൻ ഇയാളെ വെച്ച് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നു, പിന്നെ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, ദെൻ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഓക്കെ, മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക, സോ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് കിട്ടും, ടി ഈക്വൽ ടു സമ്മേഷൻ ഐ ഈക്വൽ ടു ഹാഫ് എം ഐ. ഓക്കെ, ഹാഫ് എം ഐ ഇവിടെ ഓൾറെഡി ഉണ്ട്, ഹാഫ് എം ഐ അവിടെ ഉണ്ട്. പിന്നെ നമുക്ക് എന്ത് കിട്ടും, സമ്മേഷൻ ജെ ഈക്വൽ ടു ഡോ ആർ ഐ ബൈ ഡോ ക്യൂ ജെ സ്ക്വയർ ഇൻറ്റു ക്യൂ ജെ ഡോട്ട് സ്ക്വയർ പ്ലസ് പ്ലസ് സമ്മേഷൻ ഐ ഈക്വൽ ടു ഹാഫ് എം ഐ ഇൻറ്റു, കാരണം ഈ എം ഐ എന്ന് പറയുന്ന ആള് ഈ എല്ലാവർക്കും കോമൺ ആയിട്ടുള്ള ആളാണ് അല്ലെ. എം ഐ എന്ന് പറയുന്നത് ഇവിടെ ഒരു ബ്രാക്കറ്റിന്റെ ആവശ്യം വരുന്നുണ്ട്. സോ എം ഐ എന്ന് പറയുന്നത് എല്ലാവർക്കും കോമൺ ആയിട്ടുള്ള ആളാണ്, ഹാഫ് എം ഐ എന്ന് പറയുന്നത്. സോ ഹാഫ് എം ഐ ഇൻറ്റു സമ്മേഷൻ ജെ ഈക്വൽ ടു 2 ഇൻറ്റു ഡോ ആർ ഐ ബൈ ഡോ ക്യൂ ജെ ഇൻറ്റു ഡോ ആർ ഐ ബൈ ഡോ ടി ഇൻറ്റു ക്യൂ ജെ ഡോട്ട് പ്ലസ് ഹാഫ് ഇൻറ്റു സമ്മേഷൻ ഐ ഈക്വൽ ടു സമ്മേഷൻ ഐ ഈക്വൽ ടു 1 to n or 1 to 3n minus k whatever it is, half m I dot dou r I by dou t whole square എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇത് ഒന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല, നമ്മൾ ചെയ്ത ഓപ്പറേഷൻ ഞാൻ പറഞ്ഞുതരാം. ഇവരെ പരസ്പരം എന്ത് ചെയ്യുന്നു, നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു. അതായത് ഇയാളെ ആദ്യം ഇത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നു, ദെൻ ഇയാളെ തന്നെ അടുത്ത ടേം വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നു, ഇയാളെ മൾട്ടിപ്ലൈ ചെയ്യുന്നു, ഇവരെ പരസ്പരം മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഡോ ആർ ഐ ബൈ ഡോ ടി സ്ക്വയർ എന്ന് പറയുന്ന ഒരു ടേം വരും അല്ലെ, ഡോ ആർ ഐ ബൈ ഡോ ടി സ്ക്വയർ, ഡോ ആർ ഐ ബൈ ഡോ ടി സ്ക്വയർ എന്ന് പറയുന്ന ഒരു ടേം വരും. ആദ്യത്തെ ആളെ മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക, ഡോ ആർ ഐ ബൈ ഡോ ക്യൂ ജെ ഡോട്ട് ഡോ ആർ ഐ ബൈ ഡോ ക്യൂ ജെ ഡോട്ട് ഡോ ആർ ഐ ബൈ ഡോ ക്യൂ ജെ ഡോട്ട് അല്ലെ. ജെയും എല്ലും നമ്മൾ സെയിം ആയിട്ട് എടുക്കുന്നു. അപ്പൊ എന്ത് വരും, ഇതിന്റെ സ്ക്വയർ ക്യൂ ഐ ഡോട്ടിന്റെ സ്ക്വയർ അല്ലെ, എന്താ ഡോ ആർ ഐ ബൈ ഡോ ക്യൂ ജെ സ്ക്വയർ ക്യൂ ജെ ഡോട്ട് സ്ക്വയർ. അവസാനത്തെ ടേം വന്നു, ദെൻ ഇതിനെ ആഡ് ചെയ്താൽ ഇങ്ങനെ കിട്ടും. അടുത്ത ടേമുകളെ പരസ്പരം ആഡ് ചെയ്താൽ 2 types ഓഫ് ദാറ്റ് എന്ന് കിട്ടും. സോ നമ്മൾ ആഡ് ചെയ്യുന്നു എന്ന് മാത്രം. ഓക്കെ, ഇനി നോക്കാം. ഈ 3 ടേമുകളായിട്ട് നമുക്ക് ഇതിനെ എഴുതാൻ പറ്റും അല്ലെ. ആദ്യത്തെ ഒരു ടേം ഇതൊരു ടേമായി, ദെൻ ഇതെന്തായി, ഇത് രണ്ടാമത്തെ ടേമായി, ഇത് നോക്കി മൂന്നാമത്തെ ടേമായി.
ഓക്കെ, 3 ടേമുകളായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൈനറ്റിക് എനർജി ഞാൻ റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ. സോ ആദ്യത്തെ ടേമിന് ഞാൻ എന്ത് ചെയ്തു, ടി ഓഫ് 2 എന്ന് ഞാൻ റെപ്രസെന്റ് ചെയ്യുന്നു ആദ്യത്തെ ടേമിന്. രണ്ടാമത്തെ ടേമിന് ഞാൻ എന്ത് ചെയ്തു, ടി ഓഫ് 1 എന്ന് റെപ്രസെന്റ് ചെയ്യുന്നു. ഇയാളെ ഞാൻ എന്ത് ചെയ്യുന്നു, ടി ഓഫ് 0 എന്ന് റെപ്രസെന്റ് ചെയ്യുന്നു, ടി ഓഫ് 0. ഇനി നോക്കിയേ എന്താണ് നമ്മുടെ കൈനറ്റിക് എനർജിയുടെ വാല്യൂ എന്ന് പറയുന്നത്. കൈനറ്റിക് എനർജി ടി ഈക്വൽ ടു ടി ഓഫ് 2 പ്ലസ് ടി ഓഫ് 1 പ്ലസ് ടി ഓഫ് 0. ഈ 2 1 0 എന്നൊക്കെ പറയുന്നത് എന്താണ് നോക്കിയേ, ഇവിടെ നോക്കിയേ ഡോ ആർ ഐ ബൈ ഡോ ക്യൂ ജെ സ്ക്വയർ ആണ് അല്ലെ. ഇവിടെ എന്താ ഡോ ആർ ഐ ബൈ ഡോ ക്യൂ ജെ ആണ് അല്ലെ. ഇത് ആക്ച്വലി എന്താണ് 1 ആണ്. ഇവിടെ ഈ പറയുന്ന ഡോ ആർ ഐ ബൈ ഡോ ക്യൂ ജെ എന്ന് പറയുന്ന ആളുടെ വാല്യൂ ഉണ്ടോ, ഇല്ല. അപ്പൊ അയാൾ എന്താണ് 0 ആണ്. ഓർഡർ ആണ് നമ്മൾ ഈ T2 അല്ലെങ്കിൽ T1 T0 എന്നൊക്കെ പറയുന്നത് ഓർഡർ വെച്ചിട്ടാണ്. നമ്മളുടെ ഇക്വേഷന്റെ സ്ക്വയർ ഇവിടുത്തെ ഓർഡർ 2 ആണ്, ഇവിടുത്തെ ഓർഡർ 1 ആണ്. ഇവിടെ അങ്ങനത്തെ ഒരു ടേം വരുന്നില്ല. ഡോ ആർ ഐ ബൈ ഡോ ക്യൂ ജെ എന്ന് പറയുന്ന വേരിയബിളിന്റെ ഓർഡർ ആണ് നമ്മൾ ടി ഓഫ് 2 ടി ഓഫ് 1 ടി ഓഫ് 0 എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് കേട്ടോ. സോ ഇത് ഇങ്ങനെയാണ് നമ്മൾ അതിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. അതിൽ ഈ ടി ഓഫ് 2 എന്ന് പറയുന്ന ടേമിന് നമ്മൾ എന്താ പറയുന്നത്, ക്വാഡ്രാറ്റിക് ടേം ഇൻ ജനറലൈസ്ഡ് വെലോസിറ്റി ആണ്. ഇവിടെ നോക്കി ഇയാള് ഡോ ആർ ഐ ബൈ ഡോ ക്യൂ ജെ, ഡോ ആർ ഐ ബൈ ഡോ ക്യൂ ജെ എന്ന് പറയുന്നത് എന്താണ്, ജനറലൈസ്ഡ് ടേം ആണ് അല്ലെ. ജനറലൈസ്ഡ് കോർഡിനേറ്റ് ടേമിൽ വരുന്ന ഒരാളാണ്. സോ നമുക്ക് എന്ത് പറയാൻ പറ്റും, അങ്ങനെ ജനറലൈസ്ഡ് വെലോസിറ്റിയുടെ ക്വാഡ്രാറ്റിക് ടേം ആണ് എന്ന് പറയുന്നത് ടി ഓഫ് 2 എന്ന് പറയുന്നത്. അതിന്റെ ഓർഡർ എത്രയാണ്, ഓർഡർ 2 ആണ്, ഓർഡർ 2 ആണ്, സെക്കൻഡ് ഓർഡർ ആണ്. ഓക്കെ, ദെൻ അടുത്ത ആൾ എന്താണ്, ഡോ ടി ഓഫ് 1 എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ്സ് എ ലീനിയർ ടേം ആണ്, ലീനിയർ ടേം ആണ്. ഈ ക്വാഡ്രാറ്റിക് എന്ന് പറയുന്ന കാരണം എന്താ, സ്ക്വയർ വരുന്നതുകൊണ്ടാണ് ക്വാഡ്രാറ്റിക് ടേം എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് അങ്ങനെ സ്ക്വയറിന്റെ ടേം ഉണ്ടോ, ഇല്ല, റേസ് ടു 1 ആണ് വരുന്നത് അല്ലെ. അപ്പൊ നമുക്ക് എന്ത് പറയാം, ഇറ്റ്സ് എ ലീനിയർ ടേം. ഓക്കെ, ലീനിയർ ടേം ഇൻ ജനറലൈസ്ഡ് വെലോസിറ്റി. അതിന്റെ ഓർഡർ എത്രയാണ്, അതിന്റെ ഓർഡർ 1 ആണ്. ഇനി അടുത്ത ടേം നോക്കിയേ, ലാസ്റ്റ് ടേം നോക്കിയേ. ഇവിടെ നമുക്ക് ഈ പറയുന്ന ഡോ ആർ ഐ ബൈ ഡോ ക്യൂ ജെ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ടോ, ഇല്ല. അപ്പൊ നമുക്ക് അതിന്റെ ഓർഡർ എത്രയായിട്ട് പറയാം, ആ ഒരു ഫംഗ്ഷൻ ഇല്ല. അപ്പൊ ഓർഡർ എത്രയാണ്, 0 ആണ്. അതുകൊണ്ടാണ് നമ്മൾ അതിനെ ടി ഓഫ് 0 എന്ന് പറയുന്നത്. സോ ഇൻഡിപെൻഡന്റ് ഓഫ് ജനറലൈസ്ഡ് വെലോസിറ്റീസ് എന്ന് നമുക്ക് പറയാൻ പറ്റും. മനസ്സിലായോ? അപ്പൊ നമുക്ക് ജനറലൈസ്ഡ് കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ 3 വേരിയബിൾസിന്റെ കോൺട്രിബ്യൂഷൻസ് ആണ്. 3 വേരിയബിൾസിന്റെ കോൺട്രിബ്യൂഷൻ ആണ്. ആരുടെയൊക്കെയാണ്, ഒരു ക്വാഡ്രാറ്റിക് ടേം ഉണ്ടാകും, അതുപോലെ തന്നെ ഒരു ലീനിയർ ടേം ഉണ്ടാകും. ആ ക്വാഡ്രാറ്റിക് ടേമും അതുപോലെ തന്നെ ലീനിയർ ടേമും ആരെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ആരുടെ ഫംഗ്ഷൻ ആയിട്ടാണ് നമ്മൾ പറയുന്നത്, ജനറലൈസ്ഡ് വെലോസിറ്റിയുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ പറയുന്നത്. പക്ഷേ മൂന്നാമതുള്ളൊരു ടേം എന്താണ്, അത് ജനറലൈസ്ഡ് വെലോസിറ്റിനെ ഡിപ്പെൻഡ് ചെയ്യാത്ത ഇൻഡിപെൻഡന്റ് ടേം ആണ് മൂന്നാമത്തെ ഒരു ടേം. അതിന്റെ ഓർഡർ എത്രയാണ്, അത് 0 ആണ് കേട്ടോ, ഓർഡർ 0 ആണ്. ഓക്കെ, അപ്പൊ ഈ ജസ്റ്റ് ഈ ഇക്വേഷൻ ഒന്ന് പരിചയപ്പെടാൻ വേണ്ടി പറഞ്ഞു എന്ന് മാത്രം. ഇറ്റ്സ് എ പ്യുവർലി കോർഡിനേറ്റ് ഓർ ടൈം ഡിപ്പെൻഡന്റ് ടേം. ഇതെന്താണ്, ഒരു കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് പ്യുവർലി എല്ലായിടത്തും നോക്കിയേ. ഇവിടെ എന്താ, ക്യൂ ജെ ഡോട്ട് എന്ന് പറഞ്ഞാൽ എന്താ, ക്യൂ ജെ ബൈ ഡോ ടി ആണ് അല്ലെ, വിത്ത് റെസ്പെക്ട് ടു ടൈം ആണ്. ഇവിടെയും ടൈമിന്റെ വേരിയബിൾ ഉണ്ട്, ഇവിടെയും ടൈമിന്റെ വേരിയബിൾ ഉണ്ട്. അപ്പൊ എന്താണ്, ഇത് പ്യുവർലി ഒരു ടൈം ഡിപ്പെൻഡന്റ് ഒരു വേരിയബിൾ ആണ് നമുക്ക് പറയാൻ പറ്റും. ആര്, ജനറലൈസ്ഡ് കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് കേട്ടോ. ജനറലൈസ്ഡ് കൈനറ്റിക് എനർജി ഈസ് എ പ്യുവർലി കോർഡിനേറ്റ് ഓർ ടൈം ഡിപ്പെൻഡന്റ് ടേം ആണ് എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. അവിടെ 3 ടേമുകളാണ് വരുന്നത്. ക്വാഡ്രാറ്റിക് ടേം ഉണ്ട്, അതുപോലെ ലീനിയർ ടേം ഉണ്ട്, അതുപോലെ ഇൻഡിപെൻഡന്റ് ടേം ഉണ്ട്. ജനറലൈസ്ഡ് വെലോസിറ്റിനെ ഡിപ്പെൻഡ് ചെയ്യാത്ത ഒരു ടേം കൂടി അവിടെ വരുന്നുണ്ട് എന്ന കാര്യം ഓർമ്മയിൽ ഉണ്ടാവണം. ഓക്കെ അല്ലേ? ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ളത് ജനറലൈസ്ഡ് മൊമെന്റം എന്ന് പറയുന്ന ടേമാണ്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ് ജനറലൈസ്ഡ് മൊമെന്റം. അപ്പൊ നമുക്ക് കൈനറ്റിക് എനർജി കിട്ടി. എന്താണ് കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ, ടി ഈക്വൽ ടു സമ്മേഷൻ ഐ ഈക്വൽ ടു 1 to n half mi ri dot square അല്ലെ, ഹാഫ് എം വി സ്ക്വയർ എന്നുള്ളതാണ്. സോ സമ്മേഷൻ ഐ ഈക്വൽ ടു 1 to n ഹാഫ് mi ഡോട്ട് ri ഡോട്ട് mi ഇൻറ്റു ri ഡോട്ട് സ്ക്വയർ എന്നുള്ളതാണ് നമ്മളുടെ കൈനറ്റിക് എനർജിയുടെ വാല്യൂ എന്ന് പറയുന്നത്. ഞാൻ അതിന് എന്ത് ചെയ്യാണ്, ജനറലൈസ്ഡ് വെലോസിറ്റി വെച്ചിട്ട്, അതായത് ഡോ ആർ മീൻസ് ആർ ഡോട്ട് വെച്ച് ഞാൻ അതിന് എന്ത് ചെയ്യാണ്, ഒന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യാണ്. ആർ ഡോട്ട് വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്താ കിട്ടുന്നത് നോക്കിയേ, ഇതല്ലേ ഹാഫ് എം ഐ ആർ ഐ ഡോട്ട് സ്ക്വയർ അല്ലെ, ഹാഫ് എം ഐ ആർ ഐ ഡോട്ട് സ്ക്വയർ. ഇതിന് ഞാൻ എങ്ങനെയാണ് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്, ഇത് ടി ആണ്. സോ ഡോ ടി ബൈ ഡോ ആർ ഡോട്ട് ചെയ്യാണ്. ആർ ഡോട്ടിന്റെ ടേം ഉണ്ടോ എന്ന് നോക്കിയാൽ മതി. ആർ ഡോട്ടിന്റെ ടേം ഇവിടെ ഉണ്ട് അല്ലെ. അപ്പൊ എന്ത് വരും, ഹാഫ് ഇൻറ്റു എം ഐ ഇൻറ്റു എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും, ഡോ ബൈ ഡോ ആർ ഡോട്ട് ഓഫ് ആർ ഐ ഡോട്ട് സ്ക്വയർ അല്ലെ, ആർ ഐ ഡോട്ട് സ്ക്വയർ. ഇതിന് എനിക്ക് എന്താ കിട്ടുക, ഹാഫ് എം ഐ ഇൻറ്റു ഇയാൾ ഡിഫറൻഷിയേറ്റ് ചെയ്ത് എനിക്ക് എന്താ കിട്ടുക, 2 ആർ ഐ ഡോട്ട് എന്ന് കിട്ടും അല്ലെ, 2 ആർ ഐ ഡോട്ട് എന്ന് കിട്ടും. ഈ ആർ ഐയും ഈ 2 കട്ട് ചെയ്തു, ബാക്കി എന്താ ഉള്ളത്, എം ഐ ഡോട്ട് ആർ ഡോട്ട് അല്ലെ, എം ഐ ഡോട്ട് ആർ ഐ ഡോട്ട് എന്നാ എനിക്ക് കിട്ടുക.
ഈ ആർ ഐ ഡോട്ട് എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ്, അത് മൊമെന്റ് ആണ്, സോറി വെലോസിറ്റി ആണ്. സോ എനിക്ക് എന്താ ഇത് ജനറൽ നമ്മളുടെ മെക്കാനിക്സിലേക്ക് വരികയാണെങ്കിൽ ഇത് എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും, എം വി എന്ന് എഴുതിക്കൂടെ. എം വി എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്, മൊമെന്റം ആണ് അല്ലെ. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, ഇയാളെ കൈനറ്റിക് എനർജീനെ എന്ത് ചെയ്താൽ മതി, ജനറലൈസ്ഡ് വെലോസിറ്റി വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്താൽ, ഓർ ഡിഫറൻഷിയേറ്റിംഗ് കൈനറ്റിക് എനർജി വിത്ത് റെസ്പെക്ട് ടു ജനറലൈസ്ഡ് വെലോസിറ്റി ലീഡ്സ് ടു എന്താണ്, മൊമെന്റത്തിലേക്ക് എത്തും. ഓക്കെ, സോ എന്ത് കിട്ടും, ഡോ ടി ബൈ ഡോ ആർ ഡോട്ട് ഇസ് ഈക്വൽ ടു ഐ ഈക്വൽ ടു 1 to n എം ഐ ഡോട്ട് ആർ ഐ ഡോട്ട് എന്ന് എനിക്ക് എഴുതാൻ പറ്റും. ഓക്കെ, എം ഐ ഡോട്ട് അല്ല, എം ഐ ഇൻറ്റു ആർ ഐ ഡോട്ട് എന്ന് എനിക്ക് എഴുതാൻ പറ്റും. സോ അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന വാല്യൂ ആണ് ഞാൻ എഴുതിയത്, എം ഐ ഇൻറ്റു ആർ ഐ ഡോട്ട്. ഈ ആർ ഐ ഡോട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, ജനറലൈസ്ഡ് വെലോസിറ്റി ആണ് അല്ലെ, ജനറലൈസ്ഡ് വെലോസിറ്റി ആണ്. അപ്പൊ എനിക്ക് എന്ത് എഴുതാൻ പറ്റും, ഇയാൾ എനിക്ക് എന്ത് എഴുതാൻ പറ്റും, പി ഐ എന്ന് എഴുതാൻ പറ്റും, മൊമെന്റം എന്ന് എനിക്ക് എഴുതാൻ പറ്റും. സോ ഐ ഈക്വൽ ടു സമ്മേഷൻ ഐ ഈക്വൽ ടു 1 to n പി ഐ എന്ന് എനിക്ക് എഴുതാൻ പറ്റും. സോ അതാണ് മൊമെന്റത്തിന്റെ വാല്യൂ എന്ന് പറയുന്നത്. സോ നമുക്ക് എങ്ങനെ എഴുതാം, മൊമെന്റം പി ഈക്വൽ ടു ഇവിടെ എന്താ എഴുതിയത്, ഡോ ടി ഡിവൈഡ് ബൈ ഡോ ആർ ഡോട്ട് എന്നാണ് നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്നത് അല്ലെ. ഡോ ടി ഡിവൈഡ് ബൈ ഡോ ആർ ഡോട്ട് ആണ്. ഞാൻ അതിനെന്ത് ചെയ്യാണ്, ജനറലൈസ്ഡ് കോർഡിനേറ്റിന്റെ ടേമിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും, പി ഈക്വൽ ടു ഡോ ടി ഡിവൈഡ് ബൈ ഡോ ക്യൂ ഡോട്ട് അല്ലെ, ഡോ ക്യൂ ഐ ഡോട്ട് എന്ന് എനിക്ക് പറയാൻ പറ്റും ഇൻ ടേംസ് ഓഫ് ജനറലൈസ്ഡ് കോർഡിനേറ്റിന്റെ ടേമിലാണ്. ജനറലൈസ്ഡ് കോർഡിനേറ്റിന്റെ ടേമില് എനിക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും, ഡോ ടി ഡിവൈഡ് ബൈ ഡോ ക്യൂ ഐ ഡോട്ട് എന്ന് നമുക്ക് റെപ്രസെന്റ് ചെയ്യാവുന്നതാണ്. ഡോ ആർ ഐ ഡോട്ട് ആയിരുന്നു, അതിനെ ഞാൻ എന്ത് ചെയ്തു, ജനറലൈസ്ഡ് കോർഡിനേറ്റ് Q1 Q2 Q3 ക്യൂവിന്റെ ടേമിലേക്ക് മാറ്റി എഴുതി. വേറെ ഒന്നുമില്ല, ആറിന് പകരം എന്ത് റീപ്ലേസ് ചെയ്തു, ക്യൂ എന്ന് റീപ്ലേസ് ചെയ്തു എന്നുള്ളൂ. സോ ഡോ ടി ബൈ ഡോ ക്യൂ ഐ ഡോട്ട് എന്ന് എനിക്ക് എഴുതാൻ പറ്റും. ആരെ, നമ്മളുടെ മൊമെന്റത്തിനെ എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും, ഡോ ടി ബൈ ഡോ ക്യൂ ഐ ഡോട്ട് എന്ന് എനിക്ക് പറയാൻ പറ്റും. ഓക്കെ അല്ലേ. സോ ഇതാണ് മൊമെന്റം ക്യാൻ ബി റെപ്രസെന്റഡ് ആസ് എന്താണ്, പി ഐ അല്ലെങ്കിൽ പി ജെ ഈക്വൽ ടു ഡോ ടി ജെ ബൈ ഡോ ക്യൂ ഐ ഡോട്ട് എന്ന് എനിക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ഇതെങ്ങനെയാണ്, ഇൻ ടേംസ് ഓഫ് ജനറലൈസ്ഡ് കോർഡിനേറ്റിന്റെ ടേമിൽ അല്ലെങ്കിൽ ജനറലൈസ്ഡ് വെലോസിറ്റിയുടെ ഒക്കെ ടേമിൽ എങ്ങനെ എഴുതാൻ പറ്റുക, ജനറലൈസ്ഡ് കോർഡിനേറ്റിന്റെ കറസ്പോണ്ടിങ് ക്യൂ വെച്ചിട്ടാണ് ജനറലൈസ്ഡ് കോർഡിനേറ്റുകൾ നമ്മൾ റെപ്രസെന്റ് ചെയ്യാറുള്ളത്. സോ അതിന്റെ ടേമിൽ നമുക്ക് എന്ത് ചെയ്യണം, വെലോസിറ്റി റെപ്രസെന്റ്, അപ്പോൾ ഡോ ക്യൂ ഡോട്ട് എന്ന് വരും. സോ പി ജെ ഈക്വൽ ടു ഡോ ടി ജെ ബൈ ഡോ ക്യൂ ഐ ഡോട്ട് എന്ന് റെപ്രസെന്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ അല്ലേ. ഈ ടി എന്ന് പറയുന്നത് എന്താണ്, കൈനറ്റിക് എനർജിയാണ്. ഇപ്പോൾ നമ്മളുടെ ലെഗ്രാഞ്ചിയൻ മെക്കാനിക്സിലേക്ക് വരുമ്പോൾ അവിടെ കൈനറ്റിക് എനർജി എന്ന് പറയുന്ന ടേമിനേക്കാൾ ഉപരി നമ്മൾ എനർജീനെ റെപ്രസെന്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, ലെഗ്രാഞ്ചിയൻ വെച്ചിട്ടാണ്, എല്ല് വെച്ചിട്ടാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യാറുള്ളത്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, നമ്മളുടെ മൊമെന്റം എന്ന് പറയുന്നത് ജനറലൈസ്ഡ് മൊമെന്റം ഈക്വൽ ടു ഡോ എൽ ഡിവൈഡ് ബൈ ഡോ ക്യൂ ഐ ഡോട്ട് എന്ന് പറയാൻ പറ്റും. ഇതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇക്വേഷൻ ആണ്, പരീക്ഷകൾക്ക് ഡയറക്റ്റ് ചോദിക്കാറുള്ളതാണ്. പി ഐ അല്ലെങ്കിൽ പി ജെ മൊമെന്റം, ജനറലൈസ്ഡ് മൊമെന്റം എന്ന് പറയുന്നത് എന്താണ്, ഡോ എൽ ബൈ ഡോ ക്യൂ ഐ ഡോട്ട് എന്നാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. ഓർ നമുക്ക് ഇതിനെ എങ്ങനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ എങ്ങനെയാണ് നമുക്ക് പറയാൻ പറ്റുക, ലെഗ്രാഞ്ചിയനെ നമ്മൾ എന്ത് ചെയ്യാണ്, ഡിഫറൻഷിയേറ്റ് ചെയ്യാണ് വിത്ത് റെസ്പെക്ട് ടു ജനറലൈസ്ഡ് വെലോസിറ്റിയുടെ ടേമിൽ നമ്മൾ എന്ത് ചെയ്യാണ്, ലെഗ്രാഞ്ചിയനെ അല്ലെങ്കിൽ എനർജീനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആരെയാണ് കിട്ടുന്നത്, നമുക്ക് ജനറലൈസ്ഡ് മൊമെന്റത്തിനെയാണ് കിട്ടുന്നത്. സോ ഇക്വേഷൻ എന്താണ്, പി ജെ ഈക്വൽ ടു ഡോ എൽ ഡിവൈഡ് ബൈ ഡോ ക്യൂ ഐ ഡോട്ട് എന്നുള്ളതാണ് നമ്മളുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇമ്പോർട്ടന്റ് ആണ്, ഇക്വേഷൻ ചോദിച്ച് കാണാറുള്ളതാണ്. സോ പി ജെ ഈക്വൽ ടു ഡോ എൽ ബൈ ഡോ ക്യൂ ഐ ഡോട്ട് എന്ന് നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ഡോ ക്യൂ ഐ ഡോട്ട് ഓക്കെ, ഡോ എൽ ബൈ ഡോ ക്യൂ ഐ ഡോട്ട്. ഓക്കെ ആണല്ലോ. സോ ഇതാണ് നമ്മളുടെ ജനറലൈസ്ഡ് കണ്ടീഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് ടേം എന്ന് പറയുന്നത്. വിർച്വൽ ഡിസ്പ്ലേസ്മെന്റ്, ജനറലൈസ്ഡ് വെലോസിറ്റി, ജനറലൈസ്ഡ് ഫോഴ്സ്, കൈനറ്റിക് എനർജി, ജനറലൈസ്ഡ് മൊമെന്റം. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മൂന്ന് കാര്യങ്ങൾ, ഒന്ന് നമ്മളുടെ വിർച്വൽ ഡിസ്പ്ലേസ്മെന്റ് ഇക്വേഷൻ തന്നെയാണ്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ജനറലൈസ്ഡ് ഫോഴ്സിന്റെ ഇക്വേഷൻ ആണ്. തേർഡ് വൺ എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ള ഈ ജനറലൈസ്ഡ് മൊമെന്റത്തിന്റെ ഇക്വേഷൻ ആണ്. ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് നോക്കണം. ഡയറക്റ്റ് ചോദ്യങ്ങൾ ഉണ്ടാവാറുള്ളതാണ്, പരീക്ഷയ്ക്ക് കണ്ടിട്ടുള്ളതാണ്. പ്രത്യേകിച്ച് ഈ ജനറലൈസ്ഡ് മൊമെന്റവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ചോദ്യങ്ങൾ കണ്ടിട്ടുള്ളതാണ്. ഡോ എൽ ബൈ ഡോ ക്യൂ ജെ ഡോട്ട് എന്നുള്ളതാണ് ആരുടെ ഇക്വേഷൻ, മൊമെന്റത്തിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. അതുപോലെ ആദ്യം പഠിച്ച വിർച്വൽ ഡിസ്പ്ലേസ്മെന്റിന്റെ ഇക്വേഷനും പരീക്ഷകൾക്ക് ചോദിച്ച് കാണാറുള്ളതാണ്. ഓക്കെ ആണ്. ഓക്കെ.